നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ സുലേഖയുടെ ജന്മദിനം. സുലേഖ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ. നല്ല പെൺകുട്ടി. ആമിനയുടെയും ആമിനത്താത്ത എന്ന് വിളിക്കുന്ന നാട്ടുകാരൊക്കെ ആമിനത്താത്തായുടെയും അതുപോലെ മമ്മദുക്കായുടെയും ഓമന മകളാണ് സുലേഖ. സുലേഖ ഒരൊറ്റ മകൾ മാത്രമേ ഉള്ളൂ അവർക്ക്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല വെളുത്ത് ചുമന്ന കവളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകൾ, വിടർന്ന കണ്ണുകൾ സുലേഖയുടെ. ചുരുണ്ട് ഭംഗിയുള്ള മുടി, അതുപോലെ വരി ഒപ്പിച്ച നിരയുള്ള സുന്ദരമായി വെളുത്ത പല്ലുകൾ. സുലേഖയുടെ സൗന്ദര്യം നോക്കുകയാണെങ്കിൽ, അംഗപ്രത്യംഗം നോക്കുകയാണെങ്കിൽ നല്ല പെൺകുട്ടി. ആരും ഒറ്റ നോട്ടത്തിൽ കണ്ട സുലേഖ നല്ലൊരു പെൺകുട്ടി. അവളുടെ അച്ഛനും അമ്മയൊക്കെ നല്ല സ്വഭാവവും നല്ല പ്രകൃതമൊക്കെയാണ്. അതുപോലെയൊക്കെ തന്നെ സുലേഖയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയാണ് സുധാകരൻ. ആ നാട്ടിൽ തന്നെയുള്ള ഒരു 4 വീടപ്പുറയാണ് സുധാകരൻ്റെ വീട്. സുധാകരൻ്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അച്ഛന് ദൂരെയാണ് ജോലി. അച്ഛൻ്റെ ജോലി, ശമ്പളം, അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതം. അച്ഛനും അമ്മയും സുധാകരനൊരു മകനും ഉണ്ട്. അമ്മ അങ്ങനെ സാധാരണ ആടുകളെയോ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് വീട് നോക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഇവർക്ക് ഈ സുലേഖയും സുധാകരനും നല്ല കൂട്ടാണ്. എങ്ങനെയാണ് കൂട്ടെന്നറിയാമോ? അവർ 2 പേരും ഒരുമിച്ച് സുധാകരൻ്റെ വീട് കഴിഞ്ഞിട്ട് ഒരു 4 വീടും കൂടി കഴിഞ്ഞിട്ടാണ് സുലേഖയുടെ വീട്. അപ്പോൾ സുലേഖ അങ്ങനെ സ്കൂളിൽ പോകാൻ നേരത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. സുധാകരൻ അവിടെ ചെന്നിട്ട് സുലേഖയെ വിളിക്കുമ്പോൾ 2 ആളും കൂടി, അപ്പോഴേക്കും ആമിന ഉമ്മ അറിഞ്ഞു വന്നിട്ട് തമ്മിൽ തല്ലൊന്നും കൂടരുത് കേട്ടോ മക്കളെ, കൂട്ടായിട്ട് പോകണം കേട്ടോ 2 ആളും. മോനെ അവളെ നോക്കണം കേട്ടോ, അതുപോലെ അവളോടും പറയും നീ അവൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ. അങ്ങനെ കൂട്ടായിട്ട് പോവുകയൊക്കെ ചെയ്യും. 1ാം ക്ലാസ്സും കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 പേരും വലിയ കൂട്ടുമാണ്, വളരെ ആത്മാർത്ഥതയാണ്. അങ്ങനെ ഇരിക്കെ ഈ സുലേഖയുടെ ജന്മദിനം വന്നപ്പോൾ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു പല കുട്ടികളുണ്ട്. ഒരുപാട് പേരും പണക്കാരാട്ടോ. ഇവരും മാത്രം സാധാരണക്കാർ. പണക്കാരായ കുട്ടികളൊക്കെ പഠിക്കുന്ന ക്ലാസ്സാണ്. പല കുട്ടികളുണ്ട്. എന്നാലും സുലേഖയ്ക്ക് ഒരാഗ്രഹം, ഇത്തവണ തൻ്റെ ജന്മദിനത്തിന് തൻ്റെ കൂട്ടുകാരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കണമെന്ന്. അപ്പോൾ അവൾ ആ വിവരം അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവർ അതിനെന്താ വിളിക്കാമല്ലോ, നമ്മളെ കൊണ്ടാവണ പോലെ നമുക്ക് പിറന്നാൾ സദ്യ ഒരുക്കുകയും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും നിൻ്റെ കൂട്ടുകാരെയൊക്കെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷണിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ സുധാകരൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടൊന്ന് സുലേഖയുടെ ജന്മദിനമാണ്. 17ാം തീയതിയായിരുന്നു. ഒരു മാസം, ഏതൊരു ജൂലൈ മാസം 17ാം തീയതിയാണ്. അപ്പോൾ അന്ന് പോകാനായിട്ട് ഇതിന് പോകണം. ഞായറാഴ്ചയാണെന്ന് സ്കൂളില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും സുലേഖയുടെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് ചെല്ലാനൊക്കെ പറഞ്ഞേക്കാൻ പോകണം. അപ്പോൾ എല്ലാ കുട്ടികൾ തമ്മിൽ പറഞ്ഞപ്പോൾ നമ്മളെങ്ങനെ വെറും കൈയോടെ പോവുക? സുലേഖയുടെക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാണ്ട് പറ്റുമോ? പിറന്നാൾ സമ്മാനം കൊടുക്കണ്ടേ? അപ്പോൾ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും പണക്കാരനായ, സ്വന്തമായിട്ട് കാറും ഒക്കെ ഉള്ള ഒരു കുട്ടി ആണ്. അച്ഛന് കാറും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് ഗായത്രി. അപ്പോൾ ഗായത്രി ഈ വിവരം പറഞ്ഞപ്പോൾ ഗായത്രിയുടെ അമ്മ എന്ത് പറഞ്ഞു? സുലേഖ ശരിയാ, നല്ല പെൺകുട്ടിയാണ്, അവൾക്ക് ഒരു പട്ടുപാവാട മേടിച്ചു കൊടുക്കാം. നമുക്ക് പട്ടുപാവാട അതിന് കുഴപ്പമില്ലടി, കാശൊക്കെ ഉണ്ട് അച്ഛൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് പട്ടുപാവാട മേടിക്കാൻ തീരുമാനിച്ചു. വേറെ അതുപോലെ കുട്ടികൾ ഓരോരുത്തരും മാറി വേറെ ഒരു കൂട്ടരെ ഒരു തലയിൽ വയ്ക്കുന്ന അങ്ങനെ വലിയ ഹെയർ ബാൻഡ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് അങ്ങൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടൊക്കെ ചിലർ മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, ചിലർ കേക്ക് മേടിച്ചു കൊടുക്കാം, വേറെ ചിലർ അവൾക്കൊരു പേന എഴുതാൻ സുന്ദരമായ നല്ലൊരു പാർക്കർ പേന മേടിച്ചു കൊടുക്കാം. അങ്ങനെ പല കുട്ടികളും അതൊക്കെയാണ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ സുധാകരൻ ഇതൊക്കെ കേട്ടപ്പോൾ, സുധാകരൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ശമ്പളം കിട്ടുമ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വരും. അപ്പോൾ ആ കാശ് അമ്മ ഏൽപ്പിക്കുക. അതുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കണക്കിനൊക്കെ അങ്ങോട്ട് കഴിച്ചുകൂട്ടി ജീവിക്കാനേ ഉള്ളൂ. വേറെ കാശ് മുടക്കി കൊടുക്കാൻ മാത്രമുള്ള സമ്മാനം കൊടുക്കാവുന്ന ഒരു ചുറ്റുപാടൊന്നുമല്ല. പക്ഷേ സുധാകരൻ വിഷമിക്കാനൊന്നും പോയില്ല. പോകാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുളിച്ച് റെഡിയായിട്ട് കഴിഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങി പറഞ്ഞപ്പോൾ ഇന്നാണല്ലേ സുലേഖയുടെ പിറന്നാൾ, ജന്മദിനം, നീ പോകാൻ തുടങ്ങുകയാണ്. അതെ, ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. പോകാണ്ടിരിക്കണം ശരിയല്ലല്ലോ. അത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കൂട്ടായിട്ട് ദിവസം എത്ര നാളായി ഒന്നിച്ച് നടക്കണേ, എന്നിട്ട് അവളുടെ ജന്മദിനത്തിന് വിളിച്ചിട്ട് പോകാണ്ടിരിക്കണം ശരിയല്ല എന്ന് അമ്മയും പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാൻ തുടങ്ങണം.
അയ്യോ എൻ്റെ മോനെ അപ്പോൾ ഒരു കാര്യമാണല്ലോ, എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ. സമ്മാനം ഇപ്പോൾ കൊടുത്താൽ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും വിരോധമൊന്നുമില്ല. സമ്മാനം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പോകാണ്ട് പറ്റും, അതും ശരിയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ വേഗം തൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് സുധാകരൻ കൊണ്ട്, അമ്മ അതോർത്ത് വേവലാതിപ്പെടുന്നു വേണ്ട, വിഷമിക്കുകയും വേണ്ട, സുലേഖയ്ക്ക് സമ്മാനം എന്തെങ്കിലും കൊടുക്കണം, അതിനുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഈ കവറിനകത്തുണ്ട് എന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇതെന്തത് കുറച്ച് രൂപ എങ്ങാനാണ് നീ കൊടുക്കുന്നത്, പണമാണ്? അല്ലല്ല, പണമൊക്കെ എവിടെ അമ്മ എൻ്റെ കയ്യിൽ, അമ്മ അറിയാണ്ട് വല്ല കാശുണ്ടോ എൻ്റെ കയ്യിൽ, പണമൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇതാണ് അവൾക്ക് കൊടുക്കുന്നത് എന്നും പറഞ്ഞ് പോയി വെച്ചത്. അവിടെ ചെന്ന് ഭർത്താവ് വീട്ടിൽ ചെന്നു, എല്ലാവരെയും സൽക്കരിച്ചു. സുലേഖയും സുലേഖയുടെ അച്ഛനും അമ്മയൊക്കെ കൂടി വന്നു, വരുന്നവരെയൊക്കെ കൂട്ടുകാരെയൊക്കെ വലിയ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചു, അത്തേക്ക് വിളിച്ചു, വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടു. മുറ്റത്ത് തന്നെ അവിടെ പ്രധാനമായിട്ട് ആൾക്കാർക്ക് കാണാനുള്ളത് ഒരുപാട് ചെടികളുണ്ട്. സുലേഖയുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി ചെടികൾ നടുന്നതിൽ നല്ല താല്പര്യമുള്ള പൂക്കളൊക്കെ നടന്ന് കണ്ടു. അതുപോലെ പശുവുണ്ട്, കിടാവുണ്ട്, ആടുണ്ട്, കിടാവുണ്ട്, മുയൽ കുഞ്ഞുങ്ങളുണ്ട്. ഇതുങ്ങളെയൊക്കെ കണ്ടിങ്ങനെ വർത്തമാനവും വളർത്തുന്ന ഒരു തത്തയുണ്ട്. ഇതൊക്കെ കണ്ടിങ്ങനെ കൂട്ടുകാരുണ്ട്. മകളെ ഇനി വേഗം പാവാം, ഊണ് കഴിക്കുക, എല്ലാവർക്കും ഊണണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അതിന് മുമ്പ് സുലേഖയ്ക്ക് ഒരു സമ്മാനം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്ലാസ്സിലെ ലീഡറുണ്ട്, അവരുടെ പേര് ബേബി എന്നാണ് കേട്ടോ. ആ ബേബിച്ചൻ പറഞ്ഞു, ഞാൻ ആദ്യം കൊടുക്കട്ടെ സുലേഖയ്ക്ക് ഒരു സമ്മാനം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിന്നു. സുലേഖ ഇങ്ങനെ ഒരു ദിക്കിലിരുന്നു, അവളുടെ അച്ഛനും അമ്മയും അടുത്ത് തന്നെ, അവരും അടുത്ത് തന്നെ ഇരുന്നു. അപ്പോൾ സുലേഖയെ നിനക്ക് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് ആദ്യം ബേബിച്ചൻ കൊടുത്തു. വേഗം ബേബിച്ചൻ ആ സമ്മാനം, അത് നല്ലൊരു പാവക്കുട്ടിയായിരുന്നു. ആ പാവക്കുട്ടി അച്ഛൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അവരത് ഒരു കട്ടിലുമ്മയായിട്ട് ആ കിടക്കണ ഒരു കട്ടിലുമ്മ വെച്ചു. പിന്നെ അടുത്ത കുട്ടി വന്നു, അതൊരു കിളി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിളിയായിരുന്നു. ആ കിളി കൊടുത്തു, ജന്മദിനാശംസകൾ നേർന്നു, സമ്മാനം കൊടുത്തു, അതും മേടിച്ചു വെച്ചു. പിന്നെ വന്നത് ഒരു വണ്ടി, കളിക്കുന്ന ഒരു കൂൾ കാറ്, കളിപ്പാട്ട കാറായിരുന്നു, അത് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും കൊടുത്തു. അതിനോട് ഇടയ്ക്ക് എല്ലാവരും, അപ്പോൾ സുധാകരൻ ഇങ്ങനെ ഒന്നും കാണുമ്പോൾ ഒന്നും കാണാനില്ല, കയ്യിലൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സുധാകരൻ സമ്മാനമൊന്നും കൊടുക്കില്ലിരിക്കും, അവർ വലിയ കൂട്ടാണല്ലോ, എന്നിട്ട് എന്താ കൊടുക്കാത്ത? അപ്പോൾ പറഞ്ഞു, കൊടുക്കാണ്ടിരിക്കില്ല അവൻ, എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ കയ്യിൽ, നമ്മൾ കാണാതുകൊണ്ടാകാം, നമുക്ക് നോക്കാം, എന്താ കൊടുക്കാൻ നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ വന്നിട്ട് സുധാകരൻ്റെ ഊഴായപ്പോൾ സുധാകരൻ വേഗം സുലേഖ, നിനക്ക് ഞാൻ എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു, അതുകൂടാതെ എൻ്റെ വക എളിയൊരു സമ്മാനം എൻ്റെ കയ്യിൽ വെച്ച് ഒരു കവറും വെച്ച് കൊടുത്തു. അപ്പം തന്നെ അച്ഛനമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അവരതും മേടിച്ച് ആ കട്ടിൽ തന്നെ വെച്ചു. കവറിൻ്റെ അകത്ത് എന്താണെന്നൊന്നും ആർക്കും കാണാനതിനൊന്നും പറ്റുകയില്ല. എല്ലാവരും ഊണ് കഴിച്ചു, യാത്രയൊക്കെ പറഞ്ഞു, എല്ലാവരും പോയി, അങ്ങോട്ട് പോയി കേട്ടോ, അവരവരുടെ വീടുകളിലേക്ക് പോയി. സമ്മാനം കിട്ടിയതൊക്കെ ഓരോരുത്തരും ഓരോ പൊതി കഴിച്ച അച്ഛനും അമ്മയും കൂടി പിന്നീട് സുലേഖയും കൂടി നോക്കി. അങ്ങനെ നോക്കി വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കവർ കിടക്കണുണ്ടോ. അപ്പോൾ അതിൽ ആ കവർ കൊടുത്ത് സുധാകരനാണെന്ന് ഇവർക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എല്ലാം നോക്കി ഏറ്റവും ഒടുക്കം കവർ കണ്ടത്. കവറ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തെന്താ വേറെ സാധനങ്ങളൊന്നും കാണാനില്ല, പക്ഷെ നീളത്തിൽ ഇങ്ങനെ ഒരു കടലാസ് കഷ്ണം. കടലാസോ, ഇതെന്താ അത് എന്ന് വെച്ചു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ സുലേഖയോട് തന്നെ പറഞ്ഞു, അമ്മയും അച്ഛനും പറഞ്ഞു, നീ വായിക്കുക, എന്താ സുധാകരൻ എഴുതിക്കണേന്ന്. അപ്പോൾ സുധാകരൻ അതിനകത്ത് എഴുതിയിരുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുലേഖയ്ക്ക് ഇന്ന് ജന്മദിനം ഞാൻ ആശംസിക്കുന്നു, എല്ലാവിധ നന്മകളും അവൾക്ക് ഭാവിയിലുണ്ടാകട്ടെ, അതുപോലെ അവളെ നല്ല കുട്ടിയായി വളർത്തിയ അച്ഛനമ്മമാർക്കും ഞാൻ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇവള് വളർന്ന്, ഈ സുലേഖ വളർന്ന് നല്ലൊരു പെൺകുട്ടിയാകുമ്പോൾ അവൾ നല്ലൊരു വീട്ടമ്മ, അവളുടെ അമ്മയെ പോലെ തന്നെ അവൾ നല്ല വീട്ടമ്മയാകും. അവൾക്കുണ്ടാകുന്ന കുട്ടികളെയൊക്കെ അവൾ നല്ലതുപോലെ വളർത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് നന്മകൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ളൊരു കറ്റ്. അച്ഛനും അമ്മയ്ക്കും കൂടി എൻ്റെ സ്നേഹാശംസകൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം സുധാകരൻ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത്, ഒരു നല്ല വാക്കുകൾ പറഞ്ഞ് ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു എഴുത്ത്, അതായിരുന്നു ആ കവറിനകത്ത്.
ആ കവറ് കിട്ടിയപ്പോൾ എല്ലാവരുടെയും കളിപ്പാട്ടം ഒക്കെ നോക്കി എല്ലാം കൂടി കണ്ടു, നല്ല സന്തോഷമായി ഒക്കെ ഉണ്ട്. എന്നാലും അച്ഛനും അമ്മയ്ക്കും സുലേഖയ്ക്കും ഈ സുധാകരൻ്റെ എഴുത്ത് അത് വളരെ ഇഷ്ടപ്പെട്ടു. എന്ത് നല്ല വിധത്തിലാണ് ആ കുട്ടി നമ്മളെയൊക്കെ മനസ്സിലാക്കിയിരിക്കണത്. എത്ര നല്ല സ്വഭാവം സുധാകരൻ്റെ. ഇത്ര വേറെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആശംസകൾ നേർന്ന ആ സുധാകരൻ്റെ വീട്ടിലൊന്ന് നമുക്ക് പോകണം എന്ന് പറഞ്ഞു സുലേഖയുടെ അമ്മ ആമിന താത. അപ്പോൾ പറഞ്ഞു അതിനെന്താ പോകാമല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ സുലേഖ തുള്ളി ചാടിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ നമുക്ക് ഇന്ന് തന്നെ പോവാം, നമുക്കിപ്പോൾ തന്നെ പോവാം, അവനും കൊടുക്കണം എന്തെങ്കിലും സമ്മാനം എന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു. അവനെ നമുക്ക് എന്തെങ്കിലും സമ്മാനം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സുലേഖയുടെ അച്ഛൻ കൊടുക്കാം, അവനൊരു സമ്മാനം കൊടുക്കാടി. ശരി, അതെനിക്കും തോന്നി. അന്ന് സന്ധ്യയ്ക്ക് മുൻപായിട്ട് സന്ധ്യയോടടുപ്പിച്ച് അച്ഛനും അമ്മയും സുലേഖയും കൂടി സുധാകരൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. അയ്യോ ഇന്നെന്താണാവോ സുധാകരൻ എന്തെങ്കിലും കുസൃതി കാണിച്ചു. സുധാകരൻ്റെ അമ്മ പേടിച്ചു. സമ്മാനമൊന്നും കൊടുക്കാത്ത കാരണം വല്ല പരാതിയും പരിഭവം പറയാൻ വരുന്നതാണോ എന്ത്. സുധാകരനാണെങ്കിൽ ഞാൻ ചോദിക്കാനും മറന്നു. വല്ലതും കൊടുത്തോളാം എന്ന് പറഞ്ഞു വിളിച്ചിട്ട് ആദ്യമൊന്നും ഭയന്നു, എന്താ പോകാന്നേക്കണേ, വല്ല കുസൃതിയും കാട്ടി അവർക്ക് വല്ല വിഷമം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അല്ല, ഞങ്ങൾ വെറുതെ നിങ്ങളെയൊക്കെ കാണാൻ അമ്മയും മോനെയും കാണാൻ വേണ്ടി വന്നതാ. സുധാകരൻ അവൻ സമ്മാനം തന്നൂലോ ഏറ്റവും നല്ല സമ്മാനം. അപ്പോൾ സുലേഖയുടെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവരും കുട്ടിക്ക് സുലേഖയ്ക്ക് സമ്മാനം കൊടുത്തു, പക്ഷേ ഏറ്റവും നല്ല സമ്മാനം കിട്ടിയത് സുധാകരൻ്റെ അടുത്ത് നിന്നാണ്. അതെയോ എന്താ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞു. എഴുത്തിൽ ഇന്ന പോലെ എഴുതിയിരുന്നു. അപ്പോൾ സുധാകരൻ്റെ അമ്മയ്ക്ക് ഇതൊരു സമാധാനമായി, സന്തോഷമായി. തൻ്റെ മകൻ മറ്റുള്ളവരെ പറ്റി എങ്ങനെ വിലയിരുത്തുന്നു ആ വിവരം അവരോട് തന്നെ അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയല്ലേ എന്ന് വെച്ച് വളരെ സന്തോഷമായിട്ടിരുന്നു. അങ്ങനെ സുധാകരന് പോരാൻ നേരത്ത് അവർ ഇത്ര നല്ല സമ്മാനം തന്ന സുധാകരനും ഒരു സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അവർ സുധാകരൻ്റെ കയ്യിലേക്ക് സുലേഖയുടെ അച്ഛൻ ഒരു പൊതി വെച്ചു കൊടുത്തു. അതൊരു പുസ്തകമായിരുന്നു ആ സമ്മാനം. എന്തായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ആരാന്നറിയാമോ ഇതിലെ അച്ഛൻ ദൂരെ നിന്ന് തൻ്റെ മകൾക്ക് അയച്ച എഴുത്തുകൾ മാത്രമാണ് ആ പുസ്തകം. ഓരോ ദിവസത്തെ മാറി മറിച്ച ഓരോരോ വിഷയങ്ങളെപ്പറ്റി തൻ്റെ മകൾക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ അച്ഛനായിരുന്നു മഹാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മഹാനായ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം രാഷ്ട്രീയ തടവുകാരനായിട്ട് ജയിലിൽ താമസിക്കുന്ന സമയത്ത് തൻ്റെ മകൾ ഇന്ദിര, മരിച്ചുപോയ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി, ചെറിയ കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അച്ഛനും മകൾക്കും തമ്മിൽ കാണാനൊരവസരമില്ല, മിണ്ടാനും അവസരമില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ജയിലിരുന്നു കൊണ്ട് ഇന്നും മകൾക്ക് അയക്കുന്ന ആ എഴുത്തുകളെല്ലാം ഈ മകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് അച്ചടിച്ചൊരു പുസ്തകമാക്കി. ആ പുസ്തകമാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന പുസ്തകം. അതിലെ എല്ലാ കാര്യങ്ങളെപ്പറ്റി, സമയനിഷ്ഠയെപ്പറ്റി, ഗുണപാഠങ്ങൾ ഒരുപാടുള്ള എഴുത്തുകളായിരുന്നു ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന. അച്ഛൻ എഴുതിയ കത്തുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് മകൾ എഴുതുന്ന കത്തുകളും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓരോ കത്തിനും മകൾ മറുപടിയും പറയുമായിരുന്നു. കത്തുകളിലൂടെ കഥകൾ കൈമാറുമായിരുന്നു. അച്ഛൻ മകൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ സുലേഖയുടെ ആ വർഷത്തെ പിറന്നാൾ സമ്മാനം ബഹുഗംഭീരായി. വാസ്തവം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമ്മാനം കിട്ടിയത് സുധാകരനാണ്. എന്താ, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾ ഇന്ദിര പ്രിയദർശിനിക്ക് അയച്ച കത്തുകൾ, അവരുടെ സംഭാഷണം, അവർ തമ്മിലുള്ള അടുപ്പം, ഇതൊക്കെ കാണിക്കുന്ന ആ എഴുത്തുകൾ, അവയെല്ലാം ജീവനുള്ള കത്തുകളെ പോലെയാണ് സുധാകരന് തോന്നിയത്. സുധാകരനും വളരെ സന്തോഷമായി. സുലേഖയുടെ പിറന്നാളിന് സുലേഖയ്ക്കും കിട്ടി സമ്മാനം, സുലേഖയുടെ അച്ഛനമ്മമാരിൽ നിന്ന് സുധാകരനും കിട്ടി സമ്മാനം. ഇതാണ് ഇന്നത്തെ കഥ, സുലേഖയുടെ ജന്മദിനം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും
കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.